പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു അവിസ്മരണീയമായ യാത്രാനുഭവം അറിയാൻ നിങ്ങൾ റെഡിയായിക്കോളൂ. എനിക്ക് പിന്നിലിപ്പോൾ നിർത്തിയിരിക്കുന്നത് കോട്ടയത്തു നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ്. ഒരു തവണയെങ്കിലും ഇതിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും. സസ്പെൻസ് പൊളിക്കേണ്ട, ഞാൻ ക്യാമറമാൻ ആൻ്റണിയും കൂടെ യാത്ര ചെയ്ത് ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പേര് ഷൈൻ ഹോക്ക്. സാരഥിയെ പരിചയപ്പെടാം, ആനറ്റ്. ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ 5:30 കോട്ടയത്ത് നിന്നെടുത്ത് പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഗൂഡല്ലൂർ വഴി നമ്മുടെ KSRTC സ്വിഫ്റ്റ് മുതുമല ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ്. രാത്രി 9 മണിക്ക് ശേഷം മുതുമല, ബന്ദിപ്പൂർ, കടുവ സങ്കേതങ്ങളിലൂടെ പോകാൻ പ്രത്യേക പെർമിറ്റുള്ള ബസ്സാണ് ഈ സ്വിഫ്റ്റ്. പൂർണ്ണമായിട്ടും വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനിടയിലൂടെയാണ് ഈ യാത്ര. ഈ സ്വിഫ്റ്റ് ഓടിക്കുന്ന കഴിഞ്ഞ 2 വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര നടത്തുന്ന ഈ ബസ്സിൻ്റെ സാരഥി അനിറ്റ്, സ്വാഗതം. എന്തായാലും താങ്കളുടെ യാത്രാ വിവരണമാണ് ഈ നമ്മുടെ യാത്രയിലെ പ്രധാന ശക്തി. ചെക്ക് പോസ്റ്റ് ആകാറായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഗേറ്റ് തുറന്നു. യാത്ര തുടങ്ങുമ്പോൾ തന്നെ മ്ലാവുകളുടെ കൂട്ടമാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് എങ്ങനെ? ഏറ്റവും കൂടുതൽ ഈ സമയത്ത് കയറുമ്പോൾ ആനയാണ് സാധാരണ ഏറ്റവും കൂടുതൽ കാണാറ്. ആന, പിന്നെ കാട്ടിയുണ്ട്, മാനുണ്ട്, മ്ലാവുണ്ട്, പിന്നെ കരടിയും പുലിയും കടുവയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെയാണ്. ഈ ആനയൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ടാണോ ഒരു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ വരുമോ? അറ്റാക്ക് ചെയ്യാൻ പറ്റിയല്ല. ഈ കുട്ടിയാനയായിട്ട് നിൽക്കുന്ന ആനകൾ മാത്രമേ നമ്മളോട് എന്തെങ്കിലും നീരസം കാണിക്കുള്ളൂ. ഒറ്റയായിട്ട് നിൽക്കുന്നേ? ഒറ്റയല്ല, ഈ കുട്ടിയാനായിട്ട് നിൽക്കുമ്പോൾ കൂട്ടമായിട്ട്. അതെ അതെ. അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആന നിൽപ്പുണ്ട്. ആന നിൽപ്പുണ്ടല്ലോ. ആന്റണി കൊമ്പനാണ്. ഈ ഒറ്റക്കൊമ്പന്മാർ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കൂട്ടമാണ്. ആന്റണി, ആനകളുടെ കൈലാസം. ഈ റോഡിന് നടുക്കൊക്കെ ഇറങ്ങി നിൽക്കില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള് വണ്ടി നിർത്തിയിട്ട് കൊടുക്കുക. അപ്പൊ അത് കുറച്ചിട്ട് നിർത്തിയിട്ട് കഴിയുമ്പം അത് തന്നെ മാറ്റി തന്നോളൂ. അല്ല, ഈ അതുങ്ങളെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ മതി. ഒന്ന് 2 വട്ടം ആന പുറകെ ഓടി വന്ന് അത്രേ ഉള്ളൂ. 2-3 പ്രാവശ്യം. ഭയങ്കര ക്ലീനായിട്ട് വേണം വണ്ടി ഓടിക്കാൻ അല്ലേ? ഭയങ്കര ശ്രദ്ധയോടെ വേണം ഇതിനകത്ത് ഓടിക്കാൻ. മൃഗങ്ങൾക്കൊന്നും യാതൊരു ആപത്തും വരുത്താൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ പെർമിറ്റ് തന്നേക്കണേ. അതുങ്ങളെ ശല്യം ചെയ്യാനും പറ്റില്ല, ഹോൺ അടിക്കാൻ പോലും പറ്റിയല്ല. മാറാൻ പറഞ്ഞു. കാട്ടിയാണ്. കാട്ടുപോത്ത്. അയ്യോ, കുറേ എണ്ണുണ്ട്. നല്ല സൈസല്ലേ? ഇതിൻ്റെയൊക്കെ ഇരട്ടിയുള്ളതുണ്ട്. അത്രയും കാടിനെ പഠിച്ചു അല്ലേ? അതെ അതെ. നമ്മൾ പകലൊത്തിരി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും രാത്രി ഇതിലെ കൂടി പോകാന്നുള്ളത് ആണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്. നമ്മൾക്ക് രാത്രി വണ്ടി ഇതിലെ കൂടി ഓടിക്കാൻ തുടങ്ങിയാൽ പിന്നെയാണ് മനസ്സിലായത്. റിസ്ക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിലെ കൂടി വണ്ടി ഓടിക്കുക എന്നുള്ളത്, രാത്രി ഓടിക്കുക എന്നുള്ളത് എല്ലാവരെയും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ എല്ലാവരും സ്വപ്നമാണ്. ആ സ്വപ്നത്തിനകത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അസുഖത്തിലൊരു സഫാരി പോകുന്ന അനുഭവം അല്ലേ? അതെ അതെ. കടുവയുടെ കേന്ദ്രം എവിടെയാണ് ശരിക്കും? ഇവിടെ നമ്മൾ കടുവാനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? നമ്മൾ പതുക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ റിട്ടേൺ പോരുമ്പോഴാണ് അത് കണ്ടത്. നമ്മൾ വണ്ടി സ്ലോ ചെയ്തപ്പം അത് പതുക്കെ പാലത്തെ പോയി നിന്നു. പാലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ഞാൻ പാലത്തിലേക്ക് പതുക്കെ അടുപ്പിച്ചങ്ങ് വെച്ചു വണ്ടി.
അത് കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്തേക്ക് എന്നാണോ ക്രോസ് ചെയ്ത് പോയില്ല. പാലത്തെ തന്നെ ഒരു 10-20 മിനിറ്റോളം പാലത്തെ തന്നെ നിന്നു. വണ്ടി ഓഫ് ചെയ്തല്ല, വണ്ടി ഓടിക്കാതെ നിർത്തിയിട്ടു. ആനയുണ്ട്, പിന്നെയും ആനയുണ്ട്. അതുപോലെ പുലിയെ കണ്ടത് ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി അങ്ങ് പോയാൽ മതി. അത് റോഡിൽ കടക്കുമായിരുന്നു. പുലി സാധാരണ അങ്ങനെ കടക്കാറില്ലാതെയാണ്, പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകണേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് പുലിനെ ഇങ്ങനെ വഴി കിടക്കുന്നത് കാണുന്നത്. ശ്രദ്ധ വേണോ ഓടിക്കാനല്ലേ? നല്ല ശ്രദ്ധ വേണം, വഴിയിൽ നിന്ന് കണ്ണ് തെറ്റരുത്. കാട്ടുപോത്ത് തോന്നും, നല്ല സൈസാ, ബാഹുബലി മോഡലാ. ആന്റണി അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. എല്ലാവരും ഉറക്കമാണ് എനിക്ക് തോന്നുന്നതേ. ഇതിന്റെ ഒരു കാഴ്ചകള് അവർക്ക് അറിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് കാണാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് ഫ്രണ്ട് വന്നിരിക്കാറുണ്ട്. അങ്ങനെ ഇതാ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞു. ഇനി ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലേക്കാണ് കയറുന്നത്. ആന്റണി എവിടെയെങ്കിലും കിട്ടും കടുവേ അല്ലേ? വിഷമിക്കേണ്ടത്. ആ ഇവിടുത്തെ മരങ്ങൾക്ക് കൊണ്ടൊരു ഭംഗിയല്ലേ? അങ്ങനെ ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട യാത്രകൾക്ക് ശേഷം ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് എത്താറായി. അനറ്റെ പ്രത്യേക നന്ദി. കാരണം നിങ്ങൾ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനൊപ്പം വന്യജീവികളുടെ സുരക്ഷിതത്വവും നിങ്ങൾ കാക്കുന്നു അല്ലേ അനറ്റെ? അതെ അതെ, ഭയങ്കര സന്തോഷകരമായ കാര്യം. അതെ, നല്ല കാര്യം. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ബാംഗ്ലൂരിൽ നിന്ന് പാലായിക്ക് ഒരു ബസ്സുണ്ട്, ഇതേപോലെ തന്നെ പ്രത്യേക പെർമിറ്റ് ഉള്ളത്. ആ ബസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഈ യാത്രാ നിരോധന സമയം കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ 2 കടുവാ സങ്കേതങ്ങളിലും കടന്നു പോകുന്ന ബസ്സാണ്. ആ ബസ്സിൽ യാത്ര ചെയ്താൽ കടുവയടക്കം കാണാമെന്ന് പറയുന്നത്. അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കാം. യാത്രാ നിരോധന സമയത്തിന് ശേഷം പ്രത്യേക പാസോടുകൂടി ബന്ദിപ്പൂർ മുതുമല കടുവാ സങ്കേതങ്ങളിലൂടെ കേരളത്തിൽ പ്രവേശിക്കാൻ അനുമതിയുള്ള KSRTC ബസ്. സാരഥി അരുൺ രാജ്. പതിവ് പോലെ യാത്രക്കാർ മയക്കത്തിൽ. യാത്രാ നിരോധന സമയത്തിന് ശേഷം ആദ്യമെത്തുന്ന വാഹനമായതിനാൽ വഴിനീളെ ആനയും മ്ലാവും മാനും കാട്ടുപോത്തുമൊക്കെ. ിലധികം തവണ ഇതിലെ വണ്ടി ഓടിച്ച ഡ്രൈവർ അരുൺ രാജ് ഈ യാത്രയിലും ത്രില്ലിലാണ്. നല്ല ത്രില്ലിംഗ് ആണ് പോകുന്നത്. ഓരോ ദിവസവും നമുക്ക് മടുപ്പില്ലാതെ പിന്നെയും വീണ്ടും വരാൻ തോന്നും. ഇപ്പോൾ 100-300 തവണ ഞാൻ വന്നു, എന്നാലും എനിക്ക് മടുപ്പില്ല. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ നമ്മുടെ. അറ്റാക്ക് ചെയ്യും.
അറ്റാക്ക് ചെയ്യല. ആ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. കൊച്ചു കുട്ടിയില്ലേ, അതുള്ളപ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. റയറാണോ? കടുവ ലെയറാ ഈയിടെയായിട്ടാണ് കൂടുതൽ കാണാൻ തുടങ്ങിയത്. കുറേ കാലമായിട്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. കരടി അതുപോലെ ഇഷ്ടംപോലെ ഉണ്ട്. പുലിയെ മാത്രമേ നമുക്ക് അങ്ങനെ വെക്കുന്ന കിട്ടാവുകയുള്ളൂ. കാട്ടുപോത്തുണ്ട്, മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല, പുള്ളി ഒന്നും ചെയ്യല, ആ സൈഡിൽ കൂടെ പോവുകയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ മാറാകുകയുള്ളൂ. ഇല്ലാത്തപ്പോൾ എല്ലാം മാറി തന്നോളൂ നമുക്ക്. രണ്ട് രാത്രി മെനക്കെട്ടിട്ടും ഒരു കടുവയെ പോലും കണ്ടില്ലെന്ന ക്യാമറമാൻ ആന്റണിയുടെ വിഷമം ഒടുവിൽ സന്തോഷത്തിന് വഴിമാറി. ബന്ദിപ്പൂർ പിന്നിട്ട് മുതുമലയിലേക്ക് കടക്കുമ്പോൾ ഒന്നിനു പകരം 2 കടുവകളെ ആന്റണി ക്യാമറയിലാക്കി. ഒരു മിന്നായം പോലെ കാടിന്റെ ഇരുളിലേക്ക് അവർ നടന്നു മറഞ്ഞു. അങ്ങനെ ചെക്ക് പോസ്റ്റ് ആകാറായിട്ടാണ് മുതുമല. നമ്മുടെ ത്രില്ലിംഗ് യാത്ര ഒരുക്കി തന്ന സ്വിഫ്റ്റിൻ്റെ ഡ്രൈവർ അരുൺ രാജിനും ആൻ്റണി ഗ്രിഗറിക്കുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.